പേടിക്കുക. ആ ജീവിതം അത് നമ്മുടെ ഹൃദയം പൂർണ്ണമായും സംസ്കരിച്ചെടുക്കാൻ. ഹൃദയം സംസ്കരിച്ചെടുത്താൽ അത് ട്രാൻസ്ഫോമറാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും അതുമായി കണക്റ്റഡാണ്. കണ്ണാണെങ്കിലും കാതാണെങ്കിലും നാക്കാണെങ്കിലും മൂക്കാണെങ്കിലും എല്ലാം. പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെ ആയിക്കൊള്ളും. രണ്ടാമതായി പറഞ്ഞത് വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഫുർഖാനുൽ അളീം. അല്ലാഹും റസൂലും എന്താണോ കൽപ്പിച്ചത് അത് മുഴുവൻ ജീവിതത്തിൽ പകർത്തുക. നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നത് ആകെ പ്രായപൂർത്തിയും ബുദ്ധിമത്തിയ ഒരാളോട് 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരാൾക്കുമില്ല. റമദാൻ മാസത്തിൽ നോമ്പ് 1 കൊല്ലത്തിലൊരു മാസം മാത്രമല്ലേ കൽപ്പിക്കുന്നുള്ളൂ. സക്കാത്ത് സമ്പന്നോട് മാത്രമല്ലേ ഉള്ളൂ. ഹജ്ജ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയുന്നവനിക്കല്ലേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ജീവിതത്തിലുടനീളം കൽപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം, 5 വക്ത് നിസ്കാരങ്ങൾ. അത് അള്ളാഹു കൽപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുക. ഇത്തഖിൽ മഹാരിം തകുൻ അഅ്ബദന്നാസ്. വലിയ ഇബാദത്തുകാരനാവാൻ നിങ്ങളുടെ ബിസിനസ് ഒഴിവാക്കണം, നിങ്ങളുടെ കൃഷി ഒഴിവാക്കണം, ഡ്യൂട്ടി ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, പറയാനും പാടില്ല. അത് ശരിയല്ല. എല്ലാം ത്യജിക്കുക, വർജിക്കുക എന്നത്. സൂഫി ലോകത്തെ അജീയ നേതാവാണ്, സൂര്യ തേജസ്സാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. മക്കഹനായ ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനാണ്, കോടീശ്വരനാണ്. ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല തങ്ങൾ ഒരു തവണ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനെ കണ്ട് ആശീർവാദങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു. ഞാൻ ബിസിനസ് തുടങ്ങട്ടെ, എനിക്ക് ആശീർവാദങ്ങൾ വേണം, എനിക്ക് ദുആ ചെയ്തു തരണം. അങ്ങനെ ദുആ ചെയ്തു പോയി. ദിവസങ്ങൾ കഴിഞ്ഞ് ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല തങ്ങൾ ബിസിനസ്സൊക്കെ ഒഴിവാക്കി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനെ പോലെ ഇബാദത്ത് എടുത്ത് കൂടുന്ന രൂപമാണ് കാണുന്നത്. നിങ്ങളല്ലേ ബിസിനസ്സിന് വേണ്ടി പോയി, നിങ്ങൾ ബിസിനസ്സല്ലേ? പറഞ്ഞു, ഞാൻ യാത്ര മധ്യേ ഒരു പക്ഷിയെ കണ്ടു. ആ പക്ഷി ചിറകൊടിഞ്ഞ പക്ഷിയാണ്, കാഴ്ചക്ക് കുറവുണ്ട്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, ഈ പക്ഷി എങ്ങനെ ജീവിക്കും, എന്തായിരിക്കും അതിൻ്റെ ഗതി? ഞാൻ അങ്ങനെ നന്നായി നിരീക്ഷിച്ചു. അപ്പോൾ സമയാസമയങ്ങളിൽ വേറെ പക്ഷി വന്നിട്ട് അതിൻ്റെ ഭക്ഷണം ഇങ്ങനെ വായിലിട്ട് കൊടുക്കുന്നത് കണ്ടു. അപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ മാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ റബ്ബ് ഉണ്ടല്ലോ. ആ റബ്ബ് എനിക്കും ഭക്ഷണം തരുമല്ലോ. ഞാൻ എന്തിന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബിസിനസ് നടത്തണം? എൻ്റെ ജീവിതോപാധിക്കല്ലേ അത് റബ്ബ് എനിക്ക് ചെയ്തു തരൂലേ? ആ പക്ഷിക്ക് കൊടുക്കുന്നെങ്കിൽ എനിക്ക് റബ്ബ് തരൂലേ? ഞാൻ എൻ്റെ ബിസിനസ് വേണ്ടെന്ന് കരുതി തീരുമാനിച്ചതാണ്. ആ സമയത്ത് മഹാന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തങ്ങൾ ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ 2 പക്ഷിയെ കണ്ടില്ലേ? ഒന്ന് ചിറകൊടിഞ്ഞ, നടക്കാൻ പറ്റാത്ത, പറക്കാൻ പറ്റാത്ത, വൈകല്യങ്ങൾ നിറഞ്ഞ പക്ഷി. മറ്റൊന്ന് സമയാസമയങ്ങൾ വന്ന് അതിന് ഭക്ഷണം കൊടുക്കുന്ന പക്ഷി, അതിനെ സംരക്ഷിക്കുന്ന പക്ഷി. ഇതിലേത് പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ പുണ്യം? ഏതിനാണ് ഏറ്റവും കൂടുതൽ നല്ല പക്ഷി നിങ്ങൾ ഇഷ്ടപ്പെട്ടത്? പറഞ്ഞത് സമയാസമയങ്ങളൊന്ന് ഭക്ഷണം കൊടുക്കുന്ന പക്ഷിക്ക്. എന്നാൽ നിങ്ങൾക്കെന്താ അങ്ങനെ ആയിക്കൂടെ? നിങ്ങൾ എന്തിനാ മറ്റൊരാൾ ഔദാര്യം സ്വീകരിച്ച് ജീവിക്കണം നിങ്ങൾ കരുതുന്നത്? അത് എത്രമാത്രം വലിയ അബദ്ധമാണ്. നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയാണ് ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല തങ്ങൾ ആ ഉപദേശം കേട്ടുകൊണ്ട് ബിസിനസ് മോശമല്ല, ധാരാളം ബിസിനസ്സുകാർ ഇതിലുണ്ടാവും. കോഴിക്കോട്ടാണ് ആയതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വലാസങ്ങൾ പഠിപ്പിക്കുന്നു, അത്താജിറു സദൂഖ് യുഹ്ശറു മൽ അംബിയാഇ വൽ മുർസലീൻ. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ
അമ്പിയാക്കൾ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടപ്പെടുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12-ാമത്തെ വയസ്സിൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ പോയിട്ടുണ്ട്, ഷാമിലേക്ക് പോയിട്ടുണ്ട്. സ്വഹാബാക്കൾ ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ സദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിസിനസ്സുകാരനാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിസിനസ്സുകാരനാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിസിനസ് പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാമോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇപ്പോഴും അറാജി ബാങ്കിൽ അക്കൗണ്ട് ഇടുന്ന ആൾക്കാർക്ക് എന്തൊരു അത്ഭുതമാണ് മാഷാ. അവിടെ സ്വത്തിൻ്റെ ആസ്തി നിങ്ങൾ മനസ്സിലാക്കണം. 9,000 കോടി രൂപയുടെ സ്വത്തിൻ്റെ ആസ്തി മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെ ഉണ്ടാക്കിയതാണ്? ഷെയർ ബിസിനസ് നടത്തിയിട്ടല്ല, ഹറാമിൻ്റെ ലാഞ്ചനയില്ലാത്ത മഹാനോട് തന്നെ ചോദിക്കപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം നേടിയെടുത്തത്? അതിന് പേര് ഹുമാസിയാത്ത് ഉസ്മാൻ. 5 തിയറി ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. 1, കുന്തു ആലിജു. ബിസിനസ്സുകാർ ഇതിൽ ഉണ്ടാകുമല്ലോ, ഞാൻ ബിസിനസ്സുകാർക്ക് കൂടി പറയുന്നു. ഇപ്പം അടുത്ത് ധനമാസികയിൽ വായിച്ചിട്ടുണ്ട്, ബിസിനസ്സുകാരിൽ 50% ആളുകളും 5 കൊല്ലത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോകും, പരാജയപ്പെട്ട് വീടും പറമ്പും ജപ്തി ചെയ്യേണ്ടി വരുന്നുണ്ട്, തൻ്റെ മുതൽ മുടക്ക് പോലും നഷ്ടപ്പെടുന്നു. എന്താണ്? 5 കാരണങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാൻ. നമ്മളെ ബിസിനസ് ഒട്ടും നഷ്ടം പറ്റൂല. പറഞ്ഞത് കുന്തു ആലിച്ചു. എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വെന്റിലേറ്റർ പേഷ്യൻറ്റിനെ കാണുമ്പോഴേ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ പൾസുകൾ, കിഡ്നിയുടെ വേരിയേഷന്, ബ്രെയിൻ്റേത്, എല്ലാ കാര്യങ്ങളും സദാസമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. എന്ന പോലെ ബിസിനസ്സുകാരൻ തൻ്റെ പർച്ചേസും തൻ്റെ സെയിൽസും തൻ്റെ അക്കൗണ്ട്സും തൻ്റെ എല്ലാ മാർക്കറ്റിങ്ങും അങ്ങനെ തുടങ്ങിയ പരസ്യം എല്ലാം സദാസമയത്തും എവിടെങ്കിലും ഒരു കുറവ് വന്നു പോയാൽ അപ്പോൾക്കപ്പോൾ അത് നികത്തുക. ബിസിനസ് അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ ആരെന്ത് ആയിക്കോട്ടെ എന്ന് കരുതി പോയാൽ പെട്ടെന്ന് തൊലയും. അതേ സ്ഥാനത്ത് ഒരു ഹാർട്ട് പേഷ്യൻ്റ് എങ്ങനെ കാണുന്നോ എന്ന പോലെ തൻ്റെ ബിസിനസ്സിൻ്റെ അഖില മേഖലകളിലും സദാസമയത്തും ജാഗരൂകരായി ശ്രദ്ധാലുക്കളായി കഴിയുക. 1. രണ്ടാമത്തെ കുന്ത് അസ്തസ്മിർ. ബിസിനസ് തുടങ്ങി എന്തെങ്കിലും ലാഭം കിട്ടുമ്പോഴേക്കാ ലാഭം എടുത്തിട്ട് വലിയ വീട് വെക്കലോ വലിയ വാഹനം വാങ്ങലോ ദൂർത്തടിക്കലോ അല്ല. എനിക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കും ജീവിക്കാൻ ആവശ്യമായി മിച്ചമുള്ളതൊക്കെ ഞാൻ വീണ്ടും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഞാനത് വീണ്ടും വീണ്ടും വലുതാക്കി വളർത്തി കൊണ്ടുവരും. 3. വലാ അഷ്തരി ഷെയ്ഖൻ. എപ്പോഴും മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടായിരിക്കണം ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും. ഞാൻ പ്രോഫിറ്റബിൾ അല്ലാത്ത ഒന്നിലും ഞാനൊരു കാശ് മുടക്കൂല. അതിനെക്കുറിച്ച് ഞാൻ നല്ല മാർക്കറ്റ് സ്റ്റഡി ഞാൻ നടത്തും. എന്നിട്ടത് പ്രോഫിറ്റബിൾ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. വല അബ്ഹസുരിബ്ഹൻ. 1 രൂപ ലാഭം കിട്ടുന്നൊരു ഏർപ്പാടാണെങ്കിലോ ഞാനത് മുടക്കൂല. അതിൻ്റെ മാർഗങ്ങൾ ഞാൻ നോക്കി നിൽക്കുക തന്നെ ചെയ്യും. 5. ജാൽത്തുറൈൻ. എൻ്റെ ക്യാപിറ്റൽ ഒന്നിൽ മാത്രം ആകൂല. ഒരു 2-3 കാര്യങ്ങൾ, ഒന്ന് നഷ്ടം വന്നാൽ മറ്റേ ലാഭം വരണം, അവിടെ അല്ലെങ്കിൽ ഇവിടെ ലാഭം ഉണ്ടാവണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ മാത്രമല്ല വേറെ കാരണം കൂടിയുണ്ട്. അത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ സദഖ ചെയ്യുന്നവരും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അപ്പം ബിസിനസ് ഒട്ടും തെറ്റല്ല. പക്ഷെ ആ സമയത്തും നമുക്ക് സത്യസന്ധത റബ്ബ് നടത്തിയാണ്. നമുക്ക് ഏത് ജോലിയാണ്, ഏത് ഡ്യൂട്ടിയാണെങ്കിലും അതെല്ലാം നമുക്ക് നിയ്യത്ത് നന്നാക്കിയാൽ അല്ലാഹു തആല എത്ര ഹസനാത്തുകളാണ് നമുക്ക് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്ത് കച്ചവടക്കാരൻ കൃഷി തന്നെ, കർഷകൻ കൃഷി ചെയ്യണം. അപ്പോൾ കരുതണം അഫ്ദൽ മക്കാസിബ് അസ്സിറാ. പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും നല്ലത് കൃഷിയാണ്. എൻ്റെ കൃഷി കൊണ്ട് ഈ എത്ര അണ്ണാനും പക്ഷികളും മനുഷ്യതര ജീവജാലങ്ങളും പട്ടിമാറ്റുന്നു. എത്ര ആളുകൾ അവിടെ പക്ഷികൾ കൂടുകൂട്ടുന്നു, സുഭിക്ഷമായി കഴിയുന്നു.
അവിടെ എത്ര ഇഴജന്തുക്കൾ സുഭിക്ഷമായി അവിടെ കഴിഞ്ഞു. അപ്പോൾ കുറേ ജീവജാലങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കൃഷിയിലൂടെ സംരക്ഷണം ഉണ്ടാവും. അത് കുറേ ആളുകൾക്ക് തണലാകും. അതിൻ്റെ ഇലകൾ ചപ്പ് ചവറ് വളങ്ങളായി മാറും. അപ്പോൾ ഇതെല്ലാം ചെയ്യാനാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത്. ബിസിനസ് അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് നിയ്യത്ത് മനസ്സിലുണ്ടോ, അല്ലാഹു തആല നമ്മെ പരാജയപ്പെടുത്തുകയില്ല. അപ്പോൾ ഒന്ന് അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ റബ്ബിനെ പേടിക്കണം. 2 വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഫുർഖാൻ